ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊയോട്ട ഫോർച്യൂണറിൻ്റെ ടയറിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഇത് എൻ്റെ വെഹിക്കിളിന് 2018 മാനുഫാക്ചേർഡ് വെഹിക്കിളാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിഡ്സ്റ്റോണിൻ്റെ ഡ്യൂലർ ഹൈവേ ടെറിൻ ടയേഴ്സാണ്. ശരിക്കും ഓൾ ടെറിൻ ടയേഴ്സ് ആയിരുന്നു. ഇത് 4 വീൽ ഡ്രൈവ് വെഹിക്കിളാണ് ഇപ്പോൾ എൻ്റെ വേർഷൻ വരുന്നത്. പക്ഷേ അവർ ഹൈവേ ടെറിൻ ടയറാണ് കൊടുത്തേക്കുന്നത്. എൻ്റെ മോഡൽ വരുന്നത് 6842 എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ടയർ ചേഞ്ച് ചെയ്യേണ്ട രണ്ട് ഓപ്ഷൻസ് ആണ്. ഐദർ നമുക്ക് ത്രെഡ് ഡെപ്ത് 1.5 mm ബിലോ ആണെങ്കിൽ നമുക്ക് ടയർ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഇത് അത്യാവശ്യം ത്രെഡ് ഡെപ്ത് ഉണ്ട്. അപ്പോൾ 25,000 ഓടിയിട്ടുള്ളൂ എൻ്റെ വെഹിക്കിൾ. ഇനി ഐദർ ഒരു 10 to 15,000 എങ്കിലും മിനിമം ഓടും, പ്രോബ്ലം ഇല്ല. സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടയേഴ്സ് എബവ് 5 years ആവുകയാണെങ്കിൽ, മാക്സിമം 6 years ആവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ടയർ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് ത്രെഡ് ഡെപ്ത് ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ എൻ്റെ 2018 ആയത് കാരണം ഞാനിപ്പോൾ 2024 ആണ്. അപ്പോൾ ടയർ എന്തായാലും 6 years ആയതുകൊണ്ടാണ് ടയർ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഓൾട്ടറിൻ ടയേഴ്സാണ് ചൂസ് ചെയ്യുന്നത്. പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടയേഴ്സിന് അൺകണ്ടീഷണൽ വാറണ്ടി ഉള്ള ടയേഴ്സ് എപ്പോഴും സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ നമ്മുടെ ബ്രിഡ്സ്റ്റോൺ ആണ്, സെയിം മോഡലാണ് വരുന്നത്, ഹൈവേ ടെറേൻ്റെ സെയിം പാറ്റേൺ ആണ് വരുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് യൊക്കോഹാമയാണ് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ ടയേഴ്സിൽ. അതിന് നമുക്ക് 5 years അൺകണ്ടീഷണൽ വാറണ്ടി ഉണ്ട്. അപ്പോൾ എന്താ ഈ അൺകണ്ടീഷണൽ വാറണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അൺകണ്ടീഷണൽ വാറണ്ടി ഉള്ള ടൈമിങ്ങിൽ, അതായത് 5 years or 50% ഓഫ് ദ ത്രെഡ് ഡെപ്ത് എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ യൊക്കോഹാമയാണ്. അതായത് ഈ 5 വർഷം 50% ഓഫ് ദ ഈ ത്രെഡ് ഡെപ്തിനുള്ളിൽ നമുക്ക് ടയർ എങ്ങനെയെങ്കിലും ബേസ്റ്റായ പൊട്ടിപ്പോയ സൈഡ് വാൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്ക് ടയർ റീപ്ലേസ്മെൻറ്റ് കിട്ടും. അതെങ്ങനെ കാൽക്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ത്രെഡ് ഡെപ്ത് മെഷർ ചെയ്തിട്ട് എത്ര കുറഞ്ഞിട്ടുണ്ടോ അത്രയും പേയ്മെൻറ്റ് മാത്രം, എത്ര നമ്മൾ ടയർ യൂസ് ചെയ്യേണ്ട അത്ര ഒരു പെർസെൻറ്റേജ് ഉണ്ട് അവരുടെ കാൽക്കുലേഷൻ. ആ പെർസെൻറ്റേജ് നമ്മൾ എമൗണ്ട് അടയ്ക്കണം. അതാണ് ഈ അൺകണ്ടീഷണൽ വാറണ്ടി. അതുള്ള ടയേഴ്സ് മാത്രമേ നിങ്ങൾ ചോദിച്ച് മേടിക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ മേടിച്ചേക്കുന്ന ടയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് യൊക്കോഹാമയുടെ ത്രെഡ് പാറ്റേണിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട വെഡസ്റ്റീൻ്റെ പിൻസ 80 എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ, ഇതിപ്പോൾ അപ്പോളോ ഏറ്റെടുത്തേക്കുന്ന ബ്രാൻഡാണ്. ഇത് ആക്ച്വലി മാനുഫാക്ചർഡ് ഇൻ നെതർലൻഡ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബ്രാൻഡാണ്. ഓക്കെ, ഇപ്പോൾ അപ്പോളോ ആണ് എൻ്റെ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ടയറിൻ്റെ സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത്. നമുക്ക് സാധാരണ ഈ ഇലക്ട്രോണിക്സ് ഐറ്റത്തിനൊക്കെയാണ് നമുക്ക് സ്റ്റാർ റേറ്റിംഗ് വരുന്നത്. ഇപ്പോൾ ടയേഴ്സിന് സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. ഇപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 star റേറ്റിംഗുള്ള ടയറാണ്. ഈ റേറ്റിംഗ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് റോളിംഗ് റെസിസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 9.8 ആയതുകൊണ്ടാണ് നമുക്ക് 3 star കിട്ടിയേക്കുന്നത്. ഇത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 to 8 ആണെങ്കിൽ നമുക്ക് 5 star കിട്ടും, 5 star കിട്ടും. അതേസമയം നമുക്ക് 8 to 9 ആകുമ്പോഴത്തേക്കും നമുക്ക് 4 star കാറ്റഗറിയിലേക്ക് പോകും. ഇനി 9 to 10 ആകുമ്പോഴത്തേക്കും നമുക്ക് 3 star വരുന്നുള്ളൂ. അതാണ് ഇപ്പോൾ ഇതിനകത്ത് 9.8 ആണ്. അപ്പോൾ നമുക്ക് 3 star വരുന്നുള്ളൂ. ഇനി നമുക്ക് 12 എബോവ് ഒക്കെ ആണെങ്കിൽ 0 star റേറ്റിംഗ് ആണ് വരുന്നത്. ഈ ഒരു റോളിംഗ് റെസിസ്റ്റൻസ് കോഎഫിഷ്യൻ്റ് മാത്രമുള്ള ബേസിസിലാണ് ഈ സ്റ്റാർ റേറ്റിംഗ് വരുന്നത്. ഇത് ആക്ച്വലി കുറയും തോറും നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ എങ്ങനെ കാൽക്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര എഫേർട്ട് വേണം നമുക്ക് ഈ ടയർ നമ്മുടെ റോഡിൽ കൂടി റോൾ ചെയ്യാൻ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ പറഞ്ഞത് റോളിംഗ് റെസിസ്റ്റൻസ് കോഎഫിഷ്യൻ്റ്. അത് കുറവാകും തോറും നമുക്ക് എൻജിൻ്റെ എഫേർട്ട് വളരെ കുറവ് മതി, അപ്പോൾ നമ്മുടെ മൈലേജ് കൂടും. ഓക്കെ, ഇപ്പോൾ 3 star റേറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂൽ എക്കണോമി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മൈൽഡായിട്ട് ഡിക്രീസ് ആവും. ഓക്കെ, കമ്പയർ ടു വേറെ 4 star അല്ലെങ്കിൽ 5 star റേറ്റിംഗ് ഉള്ള ടയേഴ്സ്. അതാണ് നമുക്ക് ഈ സ്റ്റാർ റേറ്റിംഗ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ പിൻസ 80 ടയർ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ BMW ഷോറൂം വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഷോറൂമിൽ ഡിസ്പ്ലേ ഇട്ടേക്കുന്ന വെഹിക്കിളിലും നമുക്ക് വെഡസ്റ്റീൻ്റെ ടയേഴ്സാണ് വരുന്നത്. ഓക്കെ, അത് BMWൻ്റെ 530 Li എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ കമ്പനിയിൽ നിന്ന് തന്നെ വരുന്ന മാനുഫാക്ചർ ചെയ്തേക്കുന്ന ടയേഴ്സാണ് വെഡസ്റ്റീൻ്റെ ടയേഴ്സ്. അപ്പോൾ അത്യാവശ്യം പ്രീമിയം ടയർ റേഞ്ച് എന്നുള്ള ആണ് വെഡസ്റ്റീൻ്റെ പേര് വരുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ സെയിം ത്രെഡ് പാറ്റേൺ തന്നെ നമുക്ക് അപ്പോളോൻ്റെ വേരിയൻറ്റിലും വരുന്നുണ്ട്. അപ്പോളോ ആപ്റ്ററ 82 ഓൾ ടെറൈൻ 2 എന്ന് പറഞ്ഞ ടയേഴ്സിലാണ് അത് വരുന്നത്. അത് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ അപ്പോളോ എന്നൊക്കെ എഴുതിയേക്കണം വൈറ്റ് ലെറ്റേഴ്സിലായിരിക്കും. പക്ഷേ കുറച്ചും കൂടി പ്രീമിയം കോമ്പൗണ്ട് വെഡസ്റ്റ പിൻസ 80 അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോഴും നിങ്ങൾക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 15,000 ഒക്കെ വരുന്നുള്ളൂ. വെഡസ്റ്റീൻ പിൻസ 80 വരുവാണെങ്കിൽ നിങ്ങൾക്ക് 16,000 എങ്കിലും മിനിമം പെർ ടയർ വരും. അപ്പോൾ 4x4 ആകുമ്പോഴത്തേക്കും 4 ടയറിൻ്റെ വരും. ഇതിപ്പോൾ നമുക്ക് അതേപോലെ നിങ്ങൾ കണ്ടു, ബാലൻസിങ്ങും ചെയ്തു, നമ്മൾ അലൈൻമെൻറ്റും ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് നമ്മൾ ടയർ ഫിക്സ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് ആക്ച്വലി ഒരു നിയർലി 2,000-3,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓടിയിട്ട് ഏകദേശം ഹൈവേയിലും 140 km/h സ്പീഡിലൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ മഡ് പാച്ചസിലും അധികം എക്സ്ട്രീം ഓഫ് റോഡ് അല്ലെങ്കിലും മീഡിയം അല്ല ലൈറ്റ് ഓഫ് റോഡിങ്ങിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ടയർ നല്ല രീതിയിൽ തന്നെ പ്രോബ്ലം ഒന്നും ഇല്ലാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഓടിയേക്കുന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ ഞാൻ ടയറിന് സാറ്റിസ്ഫൈഡ് ആണ്, വേറെ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല.
പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടയറിന് 2 ഇയേഴ്സേ ഉള്ളൂ അൺകണ്ടീഷണൽ വാറണ്ടി. 2 ഇയേഴ്സ് ഓർ 50% ഓഫ് ദ ത്രെഡ് ഡെപ്ത് വരെ നമുക്ക് അൺകണ്ടീഷണൽ വാറണ്ടി കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അൺകണ്ടീഷണൽ വാറണ്ടി എന്താണെന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അത് 2 ഇയേഴ്സ് വരെ കിട്ടുള്ളൂ. നിങ്ങൾക്ക് 5 ഇയേഴ്സ് അൺകണ്ടീഷണൽ വാറണ്ടി വേണമെങ്കിൽ യൊക്കോഹാമ തന്നെ എടുക്കുമായിരിക്കും നല്ലത്. ഓക്കെ, അതിന് 50% ഓഫ് ദ ത്രെഡ് ഡെപ്ത് അല്ലെങ്കിൽ 5 ഇയേഴ്സ് വരെ അൺകണ്ടീഷണൽ വാറണ്ടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എല്ലാം പറഞ്ഞു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക, ഞാൻ പെട്ടെന്ന് റിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിൽ ലൈക്ക് ബട്ടൺ അടിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.